Alright. Hi everyone, welcome to Social Science class. Today we are going to learn a new chapter or unit number 7, changes wrought by iron. അയൺ എന്ന് പറഞ്ഞാൽ അറിയാം, ഇരുമ്പ് വരുത്തിയ മാറ്റങ്ങളാണ്. ഇരുമ്പ് നമ്മൾ റോട്ട് മീൻസ് നമ്മൾ അത് അടിച്ച് പരത്തി റെഡിയാക്കിയെടുത്ത് ഓരോ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. റോട്ട് ബൈ അയൺ. Everybody take page number 86. Can you see a map here? Indian subcontinent, the map of Indian subcontinent. Everybody look at the map. Which are the rivers marked in the given map? One is done for you, Indus. You have to write all the rivers given there. One is done for you, Indus, then Beas, Chalam, Ravi, like that, Ganga. Okay. Now look at page number 87. Can you read? I'll read it for you. Which among them flow through the northwest region of India? Northwest region എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാപ്പിൽ ലെഫ്റ്റ് മുകൾ ഭാഗമാണ് നോർത്ത് വെസ്റ്റ്. ആ ഇൻഡസ് മുതലുള്ള ആ ഭാഗം, മുകളിലോട്ടുള്ള ഭാഗം നോർത്ത് വെസ്റ്റ് ആണ്. ഏതൊക്കെ നദികളാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടെ ഒഴുകുന്നത് ഇന്ത്യയുടെ? ദേ ആർ ദ റിവർ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റാണ്, ഉപദ്വീപാണ് ഉദ്ദേശിക്കുന്നത്. ദേ ആർ ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഏതൊക്കെയാണ്? ഇൻഡസ്, സിന്ധു എന്നാണ് അറിയപ്പെടുന്ന നദിയാണത്. സിന്ധു റിവറിനാലും സിന്ധു നദിയെ ഗ്രീക്കുകാരാണ് ഇൻഡസ് എന്ന പേരിട്ട് വിളിച്ചത്. നമുക്ക് ഇന്ത്യ എന്നുള്ള പേര് വന്നത് ഇൻഡസ്, അതായത് സിന്ധു എന്ന വാക്കിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് നമുക്ക് ലഭിച്ചത്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ദാറ്റ് വി ഡിസ്കസ്ഡ് ഏർലിയർ ഹാഡ് ഫ്ലറിഷ്ഡ് അലോങ് ദീസ് റിവർ ബേസ്. ഈ നദീതീരങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരം വളർന്നത്. അറൗണ്ട് 3500 years, 3500 വർഷങ്ങളാണ് എഗോ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരു കൂട്ടം ആളുകൾ, നെയിംലി ആര്യൻസ്, മൈഗ്രേറ്റഡ് ടു ദിസ് റീജിയൻ. ഈ റീജിയനിലേക്ക് അവർ കടന്നു വന്നു, ആര്യൻസ്. ദ വേദാസ് പ്രൊവൈഡ് അസ് ഇൻഫർമേഷൻ അബൌട്ട് ദം. നമുക്ക് വേദാസിൽ നിന്നാണ്, വേദങ്ങൾ അറിയാമല്ലോ, ടോട്ടൽ 4 വേദാസാണ്. ഫസ്റ്റ് വൺ ഋഗ്വേദം, സെക്കൻഡ് സാമവേദം, ദെൻ അഥർവ, ദെൻ യജുർവേദം. അങ്ങനെ 4 വേദങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ദ വേദാസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദം. വേദങ്ങളാണ് നമുക്ക് ഇവരെ പറ്റിയുള്ള, ആര്യൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരുന്നത്. ദ വേദാസ് ആർ കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. വേദങ്ങൾ സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇൻ ദി ഏർലിയർ പീരീഡ് ദ വേദാസ് വെർ പാസ്ഡ് ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ആദ്യകാലങ്ങളിൽ ഇതെല്ലാം വാമൊഴിയിലൂടെയാണ് തലമുറയായിട്ട് കൈമാറിയിരുന്നത്. ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഹ്യൂമൻ ലൈഫ് ആസ് ഡിപിക്റ്റഡ് ഇൻ ദ വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് വേദിക് പീരീഡ്. വേദിക് പീരീഡ്, വാട്ട് ഈസ് വേദിക് പീരീഡ്? അതവിടെ ഉണ്ട്. ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഹ്യൂമൻ ലൈഫ് ആസ് ഡെപിക്റ്റഡ് മീൻസ് വിവരിക്കുക എന്നുള്ളതാണ്, എക്സ്പ്ലെയിൻഡ്, ഇൻ ദ വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് ദ വേദിക് പീരീഡ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാലത്ത് വിവരിച്ചിരിക്കുന്ന ഹ്യൂമൻ ലൈഫ്, മനുഷ്യരുടെ ജീവിതം, ഹ്യൂമൻ ലൈഫിനെ വിവരിച്ചിരിക്കുന്നതാണ് വേദിക് പീരീഡ്. ഡിപ്പിക്റ്റിന് വരച്ച് കാണിക്കുക എന്നൊരർത്ഥം കൂടി ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് വേദിക് പീരീഡിന് ആൻസറാണ് ദ പീരീഡ്സ് ഡ്യൂറിങ് വിച്ച് ദ ഹ്യൂമൻ ലൈഫ് വാസ് ഡിപിക്റ്റഡ് ഇൻ ദ വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് ദ വേദിക് പീരീഡ്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് ചാർട്ട് ദാറ്റ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദ വേദിക് പീരീഡ്. നമ്മുടെ വേദിക് പീരീഡിലേക്ക് വെളിച്ചം കാണിക്കുന്ന ഒരു ചാർട്ടാണ്. എവരിബഡി ഹാസ് ടു ലുക്ക് അറ്റ് ദ ചാർട്ട്. യു ക്യാൻ സീ ഹിയർ ദ വേദിക് പീരീഡ് 1500 BC to 600 BC. Now, Rigvedic period, can you see 1500 BC to 1000 BC, 500 years is Vedic period, Rigvedic period. Next, also known as Rigvedic period. Next, later Vedic period, Rigvedic period and later Vedic period.
1000 BC to 600 BC. What are the Vedas originated in that period? Samaveda, Atharvaveda and Yajurveda. 3 Vedas from 1000 BC to 600 BC. You can examine the information you obtain from the chart. The period between 1500 BC and 600 BC is known as the Vedic period. Okay. Next, Rigveda is the earliest among the Vedas. Which Veda is the earliest among the Vedas? That's Rigveda. The period of human life described in the Rigveda is known as the Rigvedic period. What is Rigvedic period? What is Rigvedic period? The period of human life described in the Rigveda is known as the Rigvedic period. Okay. Cattle, the measure of wealth. അതായത് കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലികളാണ്. മെഷർ ഓഫ് വെൽത്ത് എന്ന് പറയുമ്പം സമ്പത്തിൻ്റെ ഒരു മെഷറാണ്, മെഷർമെൻ്റ് അല്ലെങ്കിൽ മെഷർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് സമ്പത്ത് അന്നത്തെ കാലത്ത് കണക്ക് കൂട്ടുന്നത്. കാറ്റിലായിരുന്നു പ്രധാനം. ഇമ്പോർട്ടൻസ് of cattle. What is the importance of cattle? Okay, let us see the observation made by the famous historian El Basham on the Aryan social life during the Rigvedic period. അതായത് എൽ ബാഷാം എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ ഒബ്സർവേഷൻ നിരീക്ഷണത്തിൽ ആര്യന്മാരുടെ ലൈഫ്, സോഷ്യൽ ലൈഫാണ് നമ്മൾ ഋഗ്വേദിക് പീരിയഡ് ലൈഫാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ. The farmers prayed for the increase of cattle. The warriors expected cattle as beauty, and the sacrificial priest was rewarded with cattle for his service. അതായത് അന്നത്തെ കാലത്ത് കൃഷിക്കാർ ഫാമേഴ്സ് പ്രാർത്ഥിച്ചതിനാണ് കാറ്റിൽ കൂടാൻ വേണ്ടി. വാരിയേഴ്സ് എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുന്നവരെന്ത് ചെയ്തു, കൂടുതൽ കന്നുകാലികളെ കാറ്റലിനെ അവർ യുദ്ധം മുതലായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. പ്രീസ്റ്റ്, അതായത് യാഗം ചെയ്യുന്ന പ്രീസ്റ്റുകൾ അവർക്ക് റിവാർഡ് എന്താ കിട്ടിയത്? കാറ്റിൽ തന്നെ. അതായത് അന്നത്തെ പ്രധാന അസറ്റ് കാറ്റിലായിരുന്നു. അല്ലെങ്കിൽ ദ മെഷർ ഓഫ് വെൽത്ത് സമ്പത്തിൻ്റെ അളവുകോല് കാറ്റിൽ അല്ലെങ്കിൽ കന്നുകാലികളായിരുന്നു. കന്നുകാലികൾ അറിയാലോ, പശു, കാള പോലുള്ള കുതിര ഉൾപ്പെടെയുള്ള കന്നുകാലികൾ. അന്നത്തെ കാലത്ത് ഹോഴ്സ് അല്ലെങ്കിൽ കുതിര ഉപയോഗിച്ചിരുന്നത് യുദ്ധത്തിനായിരുന്നു, അതായത് വാറിന് വേണ്ടി ആയിരുന്നു ഉപയോഗിച്ചത്. അതും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഹോഴ്സിനും. Now everybody look at page number 88. What could be the reason for giving such importance to cattle during that period? ആ പീരീഡിൽ എന്തുകൊണ്ടാണ് ഈ കാറ്റലിന് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തത്? During the Rigvedic period, cattle were considered to be the most important form of wealth. വെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് പ്രധാനപ്പെട്ട ഫോം എന്ന് പറഞ്ഞാൽ കാറ്റലായിരുന്നു ആ പീരീഡിൽ. ദ മെയിൻ ഒക്യുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിങ്. അതായത് കാറ്റിൽ റിയറിങ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തലായിരുന്നു അന്നത്തെ കാലത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ. ഹിയർസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. വാട്ട് വാസ് ദി ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ ഓഫ് Rigvedic period? Cattle rearing. People were also engaged in agriculture. At that time, people were engaged in agriculture and the occupation. Agriculture, important occupation occupation was agriculture. The main crop was barley. Barley ആയിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിള. ലൈക്ക് പാഡി ആൻഡ് വീറ്റ്. പാഡി, വീറ്റ് ഇന്നത്തെ കാലത്താണ്, അന്നത്തെ കാലത്ത് ബാർലി ആയിരുന്നു. And the question, what was the main crop during the Rigvedic period? It was barley. The groups of Aryans who reared cattle were known as tribes. അന്നത്തെ കാലത്ത് കാറ്റിലേക്ക് ഇങ്ങനെ സംരക്ഷിച്ച് നോക്കിയിരുന്നവരെ എന്താണ് പറഞ്ഞിരുന്നത്? അല്ലെങ്കിൽ ആ ഗ്രൂപ്പ്സിനെ, ആര്യൻസിൻ്റെ ഗ്രൂപ്പ്സിനെ എന്താ പറഞ്ഞിരുന്നത്? ട്രൈബ്സ്, ഗോത്രങ്ങളെന്നാണ് പറഞ്ഞിരുന്നത്. ദ ചിഫ്റ്റൻ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നേതാവ്, തലവൻ എന്ന് പറയാം. ചിഫ്റ്റൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ ആസ് രാജൻ എന്നാണ് ഓരോ ഗോത്ര തലവന്മാരെയും അറിയപ്പെടുന്നത്. ദ ട്രൈബ്സ് ഫോട്ട് ഈച്ച് അതർ ഫോർ ദ പൊസഷൻ ഓഫ് കാറ്റൽ. ദ ട്രൈബ്സ് ഫോട്ട് മീൻസ് ഫൈറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തു. ഫോർ ദ
പൊസഷൻ ഓഫ് കാറ്റിലിനെ സ്വന്തമാക്കാൻ വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. ദർ വെർ ബാറ്റിൽസ്, യുദ്ധങ്ങളുണ്ടായി അമംഗ് ഡിഫറെൻറ്റ് ആര്യൻസ് ട്രൈബ്സ് ആസ് വെൽ ആസ് ബിറ്റ്വീൻ ദി ആര്യൻസ് ആൻഡ് ദ നോൺ ആര്യൻസ്. ആര്യൻസും തമ്മിൽ യുദ്ധം ചെയ്തു. അതുപോലെ തന്നെ ആര്യൻസ് തമ്മിലും യുദ്ധം ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഫോർ കാറ്റിൽ. ദി ആര്യൻസ് പൊസസ്ഡ് ഹോഴ്സസ് ആൻഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്. ആര്യൻസ് യൂസ്ഡ് കോപ്പർ ആൻഡ് ബ്രോൺസ്, അതായത് ബ്രോൺസിൻ്റെയും കോപ്പറിൻ്റെയും വെപ്പൺസ്, ആയുധങ്ങൾ അവർ യൂസ് ചെയ്തിരുന്നു. അന്ന് അയൺ ആയിട്ടില്ല, അയണിൻ്റെ കണ്ടുപിടുത്തം വന്നിട്ടില്ല. അവർ യൂസ് ചെയ്തിരുന്നത് കോപ്പർ ആൻഡ് ബ്രോൺസ് വെപ്പൺസ് ആയിരുന്നു യുദ്ധം ചെയ്യാൻ. അതായത് ഇരുമ്പിൻ്റെ അത്രയും കട്ടിയില്ലെന്നേ ഉള്ളൂ, അത്യാവശ്യം നല്ല വെപ്പൺസ് ആയിരുന്നു അത്. ദി ആര്യൻസ് പൊസസ്ഡ് ഹോഴ്സസ് ആൻഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്. വിത്ത് ദി അഡ്വാൻറ്റേജ് ഓഫ് ദീസ് ദേ കോൺകേർഡ് ദ നോൺ ആര്യൻസ്. നോൺ ആര്യൻസിനെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതായത് അവർക്ക് അത്രയും നല്ല ആയുധങ്ങൾ ഉണ്ടായിരുന്നു ആര്യൻസിന്, മറ്റുള്ളവർക്ക് അത്രയും ഇല്ലായിരുന്നു. ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ വെയർ നോൺ ആസ് ദാസാസ് ഓർ ദസ്യൂസ്. അവർ കീഴ്പ്പെടുത്തിയ ആൾക്കാരെ ദാസന്മാരെന്നോ അല്ലെങ്കിൽ ദസ്യൂസ് എന്നോ ആണ് അറിയപ്പെടുന്നത്, അതായത് സ്ലേവ്സ്, അടിമകൾ. സബ്ജുഗേറ്റ് മീൻസ് ബ്രിങ് അണ്ടർ ഡൊമിനേഷൻ ഓർ കൺട്രോൾ, അതായത് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നവർ, അടിമകൾ എന്ന് തന്നെ പറയാം. സബ്ജുഗേറ്റഡ് ആണ് അവർ പീപ്പിൾ, ജനങ്ങൾ. വെർ നോൺ ആസ് ദാസാസ് ഓർ ദസ്യൂസ്, അതായത് ദാസന്മാരെന്നോ ദസ്യൂന്നോ അറിയപ്പെട്ടിരുന്നു, അതായത് അടിമകൾ തന്നെയാണ്. ആര്യൻസ് ക്യാപ്ചേർഡ് ദ കാറ്റൽ ഓഫ് ദ ഡിഫീറ്റഡ് നോൺ ആര്യൻസ്. നോൺ ആര്യൻസിൻ്റെ കാറ്റിലെ അവരെന്ത് ചെയ്തു? അവരെ തോൽപ്പിച്ചതിന് ശേഷം അവർ അത് സ്വന്തമാക്കി, അതായത് ബാറ്റിൽ കൂടി, യുദ്ധത്തിൽ കൂടി, ആക്രമണത്തിൽ കൂടി. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. കമ്പയർ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഋഗ്വേദിക് പീരിയഡ് വിത്ത് ദാറ്റ് ഓഫ് ദ ഹാരപ്പ. ഹാരപ്പയുടെ കാലത്തെയും ഋഗ്വേദിക് പീരീഡിൻ്റെയും സോഷ്യൽ ലൈഫിനെ കമ്പയർ ചെയ്യാനാണ്, താരതമ്യം ചെയ്യാൻ പറയുന്നു. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേഷൻസ്. താഴെ പറയുന്ന ഇൻഡിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. അതെന്തൊക്കെയാണ്? ഒക്കുപ്പേഷൻസ്, അതായത് ജോലി, തൊഴിലാണ് ഉദ്ദേശിക്കുന്നത്. ടൂൾസ്, ഹാരപ്പൻ കൾച്ചർ എന്തൊക്കെയായിരുന്നു? ടൂൾസ് എന്തൊക്കെയായിരുന്നു? ദ യൂസ്ഡ് വാട്ട്? ബ്രോൺസ് ആൻഡ് കോപ്പർ. സെയിം, അതായത് അതുപോലെ തന്നെയായിരുന്നു എപ്പോഴും ഋഗ്വേദിക് പീരിയഡിലും. എന്താണ് അവരുടെ ടൂൾസ്? എന്തായിരുന്നു? ബ്രോൺസ് ആൻഡ് കോപ്പർ. ദ ടൂൾസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്. And the occupations of Harappan civilization were making bricks, pottery, making ornaments, fishing, etc. In the period of Rigvedic, the other occupations was agriculture in the Rigvedic period. During the Rigvedic period, people worshipped the gods such as Indra, Varuna, and Agni. They worshipped. In that period, the people worshipped Indra, Varuna, and Agni. മൂന്ന് ദൈവങ്ങളാണ് അവർ വർഷിപ്പ് ചെയ്തത്. Who were the gods they worshipped? അതാരൊക്കെയാണ്? ഇന്ദ്ര, വർണ്ണ ആൻഡ് അഗ്നി. ആൻഡ് ഗോഡസസ്, ദേവതകളുണ്ടായിരുന്നു, സ്ത്രീ ദൈവങ്ങളുണ്ടായിരുന്നു. ഹൂ ആർ ദ ഗോഡസസ് ദേ വർഷിപ്ഡ്? സച്ചസ് അതിഥി ആൻഡ് ഉഷസ്. അതിഥി ഉഷസുമാണ് അവർ വർഷിപ്പ് ചെയ്ത ദേവതകൾ, ഗോഡസസ്. ദ പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരിയഡ് വാസ് ഗ്രേ ഇൻ കളർ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേ വെയർ. അതെ, അന്നത്തെ കാലത്ത് പോട്ടറി, അതായത് കളിമൺ നിർമ്മാണം ഉണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ നിർമ്മാണം ഉണ്ടായിരുന്നു. അതിന് പറയുന്നത് ഗ്രേ വേ എന്നാണ് ആ പോട്ടറിക്ക് പറയുന്ന പേര്. ദ പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരിയഡ് വാസ് ഗ്രേ ഇൻ കളർ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേ വേ. ഗ്രേ വേ എന്നറിയപ്പെടുന്ന പോട്ടറി നിർമ്മാണം ഉണ്ടായിരുന്നു. യു ക്യാൻ സീ ദ പിക്ചർ ദെയർ. ദ ഗിവൺ പിക്ചർ ഈസ് ഓഫ് ദ റെമനൻറ്റ്സ് ഓഫ് ഗ്രേ വേ യൂസ്ഡ് ഇൻ ദ ഋഗ്വേദിക് പീരിയഡ്. റെമനൻ്റ് എന്ന് പറയുമ്പോൾ അവശേഷിപ്പ്, അതായത് പഴയ കാലത്ത് നമ്മൾ ഖനികളിൽ നിന്നും കുഴിച്ചെടുത്ത് കണ്ടെത്തിയ ബാക്കി ഭാഗങ്ങളാണ്, കിട്ടിയ ഭാഗങ്ങളാണിത്. റെമനൻസ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന
വസ്തുക്കളാണ്. അതാണ് ആ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഹിയർ എൻഡ്സ് ടുഡേയ്സ് ക്ലാസ്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിരുന്നു. അതിനൊക്കെ ആൻസറുകൾ ടെക്സ്റ്റിൽ നിന്നും കണ്ടെത്തി എഴുതി അയയ്ക്കുക. ഓക്കെ.